CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിലും CMRL ഓഫീസിലുമടക്കം 10ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയാണ്. ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ രൂക്ഷമായ ആരോപണവുമായി ബിനീഷ് കോടിയേരി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നതെന്ന് ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഒത്തുകളിയുണ്ടെന്നാണ് ബിനീഷിന്റെ ആരോപണം. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്നും മടിയിൽ കനമില്ലാത്ത അദ്ദേഹം മരണം വരെ CPM ആയിരിക്കുമെന്നും ബിനീഷ് കോടിയേരി പരിഹസിച്ചു. ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ED മടങ്ങി വരുന്ന വഴിക്ക് BJPക്ക് ഒരു പുതിയ നേതാവിനെ കൂടെ കിട്ടുമെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ബിനീഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ED റെയ്ഡിനെതിരെ രാഷ്ട്രീയ പ്രതിരോധവുമായി മുൻമന്ത്രി മുഹമ്മദ് റിയാസും രംഗത്ത് വന്നു. വളഞ്ഞിട്ടടിച്ചോളൂ, സംഘ് പരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അവസാന ശ്വാസം വരെയും ഈ രാഷ്ട്രീയ വേട്ടയാടലിനെതിരെ പോരാടുമെന്നും മുഹമ്മദ് റിയാസ് തന്റെ നിലപാട് വ്യക്തമാക്കി. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും നിലവിൽ ED പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മൊഴി ED രേഖപ്പെടുത്തുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ചാണ് ഉദ്യോഗസ്ഥർ വീണയുടെ മൊഴിയെടുക്കുന്നത്. രാഷ്ട്രീയ വൻ മതിലുകൾ ഉയർത്തി പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം പോരടിക്കുമ്പോൾ വരും ദിവസങ്ങളിലും ഈ റെയ്ഡും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. അപ്രതീക്ഷിത റെയ്ഡ് നടത്തുന്നതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി CPM പ്രതിഷേധമുണ്ട്. റെയ്ഡ് വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ നൂറുകണക്കിന് CPM നേതാക്കളും പ്രവർത്തകരും പിണറായിയിലെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ഒഴുകിയെത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും അന്വേഷണ ഏജൻസികൾക്കെതിരെയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ സുരക്ഷാ വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസുമായി വലിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത്. നിലവിൽ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. പിണറായി വിജയനെയോ CPMനെയോ ഇത്തരം റെയ്ഡുകൾ കാണിച്ച് ഭയപ്പെടുത്താനാകില്ലെന്നും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ഈ വേട്ടയാടലിന് പിന്നിൽ UDFന് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായും CPM ജനറൽ സെക്രട്ടറി MA ബേബി X പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചു. അതേസമയം റെയ്ഡിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് CPM നീക്കം. പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാകണമെന്ന് യോഗത്തിൽ തീരുമാനിക്കും. രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് CPIM നേരത്തെ പ്രതികരിച്ചിരുന്നു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇപ്പോഴത്തെ നീക്കം.